കെ.ടി. ജലീലിനെ മണ്ഡലത്തിൽ കാണാനില്ല എന്ന് സ്പീക്കർക്ക് പരാതി. കെ.ടി. ജലീൽ എം.എൽ.എ മണ്ഡലത്തിൽ കാണാനില്ല എന്നാരോപിച്ച് സ്പീക്കർ എ.എൻ. ഷംസീറിന് ഡി.സി.സി ജനറൽ സെക്രട്ടറിയുടെ കത്ത്. ഞാനടങ്ങുന്ന തവനൂർ നിയോജക മണ്ഡലത്തിന്റെ എം.എൽ.എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ.ടി. ജലീലാണ്. ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ 5 വർഷത്തേക്ക് നിയമസഭാംഗമായി സേവനം ചെയ്യാമെന്ന് കേരള നിയമസഭാ സമക്ഷം സത്യം ചെയ്തതുമാണ്. എന്നാൽ മാസങ്ങളായി കെ.ടി. ജലീൽ എം.എൽ.എ മണ്ഡലത്തിൽ വന്നിട്ടില്ല. അദ്ദേഹം സജീവമായിരുന്ന കല്യാണ വീടുകളിൽ പോലും അദ്ദേഹത്തെ കാണാതായിട്ട് മാസങ്ങളായിരിക്കുന്നു. അദ്ദേഹത്തെ കാണാതെ പോയതാണ് എങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടപെട്ട് പോലീസ് അധികാരികളുടെ സഹായത്താൽ തിരിച്ച് മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഡി.സി.സി ജനറൽ സെക്രട്ടറി ഇ.പി. രാജീവ് എഴുതിയ കത്തിൽ പറയുന്നത്. നിയോജക മണ്ഡലത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട നിരവധി കാര്യങ്ങൾ എം.എൽ.എ നേതൃത്വം നൽകേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി നാട് മുഴുവൻ ജലനിധി പൈപ്പ് വിതരണത്തിന്റെ കുഴികൾ കുഴിച്ച് റോഡ് മുഴുവൻ കിലോമീറ്ററുകൾ നീളുന്ന തോടുകളായി കിടക്കുകയാണ്. സംസ്ഥാന പാത മുതൽ ചെറിയ റോഡുകളടക്കം ഈ സ്ഥിതിയിലാണ്. ബൈക്കിൽ പോകുന്നവരും കാൽനട യാത്രക്കാരും ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ജീവനോടെ കാണാമെന്ന് വീട്ടുകാരോട് യാത്ര ചോദിച്ചാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. എം.എൽ.എ എന്തെങ്കിലും ചെയ്യുമെന്ന് കാത്തിരുന്നിട്ട് കുലി വഴുതായി കുളമാകുന്നതല്ലാതെ ഇത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും കാര്യം എം.എൽ.എ ചെയ്യുന്നതായി നേരിട്ടോ മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ മുഖാന്തരമോ ഒരു അറിവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന എടപ്പാൾ ബസ് സ്റ്റാൻഡ് ആവശ്യത്തെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നത് വട്ടക്കുളം പഞ്ചായത്ത് മാത്രമാണ്. വളർന്നു വരുന്ന എടപ്പാൾ നഗരത്തിന് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ വേണ്ടി ഒരുപാട് പരിമിതികൾ ഒരു പഞ്ചായത്തിനുണ്ട്. തവനൂർ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രമെന്നുള്ള നിലയ്ക്ക് ജലീൽ എം.എൽ.എ ഈ പദ്ധതിക്ക് മുൻകൈയെടുത്ത് നടപ്പിൽ വരുത്തേണ്ടതാണ്. എന്നാൽ തിരിഞ്ഞുപോലും നോക്കാതെ അദ്ദേഹം ഈ വിഷയം അവഗണിച്ചിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന കേസുകൾ കാരണം പൊന്നാനി, ചങ്ങരംകുളം, തിരൂർ പോലീസിന് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മണ്ഡലപരിധിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു ഗവൺമെന്റ് ഓർഡർ പോലും വ്യക്തമായി ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇവിടെയും എം.എൽ.എ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നും എം.എൽ.എ മിണ്ടുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. തിരുനാവായ മേൽപ്പാലത്തിന്റെ കല്ലിടലിന് മുന്നോടിയായി തവനൂർ പഞ്ചായത്ത് അംഗങ്ങൾ തേങ്ങ ഉടയ്ക്കുന്നതായി കണ്ടതല്ലാതെ അതിന്റെ മേൽ മറ്റൊരു പ്രവൃത്തിയും ഇതുവരെ നടന്നിട്ടില്ല. ഈ പാലത്തെ മറ്റൊരു ചമ്രവട്ടം പാലമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഇവിടെയും എം.എൽ.എയുടെ അടിയന്തര ശ്രദ്ധ ലഭിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഇവിടെയും എം.എൽ.എ ഇല്ല. ഇത്തരത്തിൽ ഒരു നാടിന് വേണ്ട നിരവധിയായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതാണ് ഒരു എം.എൽ.എയുടെ പ്രധാന ചുമതല. എന്നാൽ മാസങ്ങളായി എം.എൽ.എ മണ്ഡലത്തിലില്ല. വിദേശ ടൂറുകൾക്കും യു.ഡി.എഫിനെയും ലീഗിനെയും വിമർശിക്കുവാനും പിണറായി സ്തുതി പാടാനും മാത്രം പോകാൻ സമയം കണ്ടെത്തുന്നു എന്നല്ലാതെ എം.എൽ.എ എന്ന നിലയിൽ ഇദ്ദേഹം ചെയ്യേണ്ട ജോലിയുടെ 1% പോലും ചെയ്യുന്നില്ല. ആയതിനാൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഇടപെട്ട് മണ്ഡലത്തിൽ നിന്നും മാഞ്ഞുപോയ എം.എൽ.എ തിരിച്ച് തവനൂർ മണ്ഡലത്തിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരള ഖജനാവിൽ നിന്ന് എം.എൽ.എയുടെ ശമ്പളം ജോലി ചെയ്യാതെ കൈപ്പറ്റുന്നു എന്നതിനാൽ അദ്ദേഹം കൈപ്പറ്റിയ തുക തിരിച്ച് സർക്കാരിന്റെ ഖജനാവിലേക്ക് തിരികെ വാങ്ങിക്കണമെന്നും രാജീവ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.